സൗത്ത് റെയിൽവേ സ്റ്റേഷന് പുറകിലുള്ള റോഡാണ്. റോഡിൻ്റെ ഈ ഫുട്പാത്തിൽ നിറച്ച് നമുക്ക് ഇരുചക്ര വാഹനങ്ങൾ കാണാം. അത് മറ്റൊന്നും കൊണ്ടല്ല, റെയിൽവേയുടെ പുതുക്കിയ നിരക്ക് സാധാരണക്കാരന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അപ്പോൾ പിന്നെ ഇവിടെയല്ലാതെ പിന്നെ എവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യും? പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേ ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 200 രൂപ വരെയായിരുന്നു നമ്മുടെ മന്ത്ലി പാസിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ. അപ്പോൾ 200 എന്നുള്ള പൊടുന്നതിനെ 600 രൂപയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആ ബസ്സിന് പോകാനുള്ള കപ്പാസിറ്റി എല്ലാ ദിവസവും ഇല്ലാത്തവരും അവർ ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയും ജസ്റ്റ് പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തൊരു വണ്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഇരുട്ടടി പോലെയാണ് റെയിൽവേയുടെ ഈ കൂട്ടിയ എന്ന് പറയുന്നത്. അതുമല്ല, മാനദണ്ഡം എന്ന് പറയുന്നത് ഒട്ടും സുതാര്യമല്ല. കാരണം എത്ര പേർക്ക് മന്ത്ലി പാസ് കൊടുക്കണം എന്നുള്ളത് റെയിൽവേയുടെ ഈ റൂളിലില്ല. ഒത്തിരി അധികം ആൾക്കാർ ഇവർ മന്ത്ലി പാസ് കൊടുക്കുന്നില്ല. അതായത് 500 പേരിൽ 200 പേർക്കാണ് മന്ത്ലി പാസ് കൊടുക്കുന്നത്. ബാക്കി 300 പേർക്ക് അവർ ഒരു ദിവസം 30 രൂപ വെച്ച് രണ്ട് സൈഡിലും ആകുമ്പോഴത്തേനും ഏകദേശം 60 രൂപയായി. അങ്ങനെ ഒരു മാസം 1800 ഇല്ല, 24 ദിവസം വരുന്നവരാണിപ്പോൾ ഒരു 1700 രൂപ അവർ കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. അതുമാത്രമല്ല, ഇത്രയോ ഉയർന്ന ചാർജ് കൊടുത്ത ഒരാൾക്ക് എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടോ? ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് പോട്ടെ, വണ്ടിയോടെ പോയാൽ പോലും ഒരു ഉത്തരവാദിത്വം ഇല്ല. NSD 5 കാറ്റഗറിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 2500 രൂപ ഒരു ദിവസം റെയിൽവേയിലേക്ക് അടയ്ക്കണം ആ പാർക്കിംഗ് കരാർ എടുത്തിരിക്കുന്ന ആൾ. അപ്പോൾ അവരോർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ, നിങ്ങൾക്ക് ജൂൺ 1 മുതൽ 5000 നിങ്ങൾ ഒരു ദിവസം അടയ്ക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ റേറ്റ് മേടിക്കാം. അതിനുവേണ്ടി പാർക്കിംഗ് വെക്കാത്ത ആൾക്കാർ പുറത്ത് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RPF ഉപയോഗിച്ച് നിങ്ങൾക്ക് പുറത്ത് വെക്കുന്ന വണ്ടികൾക്ക് പെറ്റി അടിപ്പിക്കും. അപ്പോൾ അവരകത്ത് വെച്ചോളും. അങ്ങനെ നിങ്ങൾക്ക് ടാർഗറ്റായ 5000 രൂപ നിങ്ങൾക്ക് ഒരു മാസം റെയിൽവേയിലേക്ക് അടയ്ക്കാൻ പറ്റും. അങ്ങനെ എങ്ങനെയൊക്കെ വരുമാനം യാത്രക്കാരെ പിരിഞ്ഞു കൂട്ടാമെന്നുള്ളതാണ് റെയിൽവേ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കയറുന്ന സ്റ്റേഷനിലും ഇറങ്ങുന്ന സ്റ്റേഷനിലും പാർക്കിംഗ് ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെയുള്ളവർക്ക് ഈ കൂടിയ നിരക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അത് ഇരട്ടി നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സീസൺ ടിക്കറ്റ് നമുക്ക് മാസം കിട്ടുന്ന ആ കൊടുക്കുന്ന പൈസയുടെ 4 ഇരട്ടി പൈസ ഇപ്പോൾ പാർക്കിംഗ് ഞങ്ങൾ കൊടുക്കണം. അതുപോലെ അതിന് സീസൺ കിട്ടുന്നില്ല പാർക്കിങ്ങിന്. അത് ഞങ്ങളുടെ വലിയൊരു പ്രശ്നമാണ്. ഞങ്ങൾ ഓരോ ഈ ഓടി വരുന്ന സമയത്ത് ഇവരുടെ കയ്യെ കാലം പിടിച്ചിട്ടാണ് ഈ മാസം ചോദിക്കുമ്പോൾ അടുത്ത മാസം തരാമെന്ന് പറയും. അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഇട്ടിട്ട് പോവുക. ഈ വണ്ടിക്ക് ഇവർക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. നമ്മൾ പാർക്ക് ചെയ്യുന്നത് 2 വീലർ ആണെങ്കിൽ റൂഫിംഗ് ഒന്നുമില്ല, എല്ലായിടവും കിടന്ന് നനയാണ്. ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലോ, മിറർ പൊട്ടിച്ചാലോ, പിന്നെ വണ്ടിയുടെ സീറ്റ് കുത്തിക്കീറിയാലോ, ഇപ്പോൾ 4 വീലർ ഇടുവാണെങ്കിൽ കാറിൻ്റെ മിറർ കളഞ്ഞാലോ അല്ലെങ്കിൽ ചില്ല് പൊട്ടിച്ചാലോ ഇതൊന്നും ഇവരോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത്. സാധാരണ യാത്രക്കാരന് താങ്ങാനാവാത്ത റെയിൽവേയുടെ പുതുക്കിയ പാർക്കിംഗ് നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി എത്തി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.